മാർച്ച് 22 വിശുദ്ധ മരിയ ജോസഫ 1871 ആരംഭിച്ച കോൺഗ്രിഗേഷൻ ഓഫ് ദ സെർവൻസ് ഓഫ് ജീസസിൻ്റെ സ്ഥാപകയാണ്. 1842 സെപ്റ്റംബർ 7 സ്പെയിനിൽ ബെർണബേ സാൻജോയുടെയും പെട്ര ഡി ഗുറയുടെയും മൂത്ത മകളായി മരിയ ജോസഫ സാൻജോ ഡി ഗുറ ജനിച്ചു. അവളുടെ 7-ാം വയസ്സിൽ പിതാവ് മരിച്ചു. തുടർ വിദ്യാഭ്യാസത്തിനായി അമ്മ മകളെ മാഡ്രിഡിലെ ബന്ധുക്കളുടെ പക്കലേക്ക് അയച്ചു. 18-ാം വയസ്സിൽ മരിയ മഠത്തിൽ ചേരുവാനുള്ള തൻ്റെ ആഗ്രഹം അമ്മയെ അറിയിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ സെർവൻസ് ഓഫ് മേരി സഭയിൽ ചേർന്ന അവൾക്ക് താൻ ആഗ്രഹിച്ച ഒരു ഓർഡർ അല്ല അതെന്ന് മനസ്സിലാവുകയും സ്വന്തം സഭ സ്ഥാപിക്കുവാനായി അത് ഉപേക്ഷിക്കുകയും ചെയ്തു. കുട്ടികൾ, രോഗികൾ, വൃദ്ധർ, ദരിദ്രർ എന്നിവരുടെ പരിചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 1871 അവൾ ജീസസ് ഓഫ് ചാരിറ്റിയുടെ സേവകർ എന്നറിയപ്പെടുന്ന സഭ സ്ഥാപിച്ചു. അതിൻ്റെ ആദ്യത്തെ മദർ സുപ്പീരിയർ ആയപ്പോൾ തൻ്റെ പേര് മരിയ ജോസഫ് ഓഫ് ദ ഹാർട്ട് ഓഫ് ജീസസ് എന്നാക്കി. 1912 മാർച്ച് 20 69-ാം വയസ്സിൽ മരിയ ജോസഫയുടെ മരണം. 1926 സിസ്റ്റർ മരിയ ജോസഫയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ തൻ്റെ സഭയുടെ മാതൃഭവനത്തിലേക്ക് മാറ്റി. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളാണ് മരിയ ജോസഫയുടെ വിശുദ്ധീകരണ നടപടികൾക്ക് താമസം വരുത്തിയത്. 1951 നാമകരണ നടപടികൾക്ക് തുടക്കമായി. 2000 ഒക്ടോബർ 1 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സിസ്റ്റർ മരിയ ജോസഫയെ വിശുദ്ധയായി നാമകരണം ചെയ്തു. വചനം പ്രഭാഷകൻ 51:1 കർത്താവും രാജാവുമായവനെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ രക്ഷകനും ദൈവവുമായി അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തിന് ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. വിചിന്തനം: പല വേദനകളും യഥാർത്ഥമായ വേദനകളല്ല, മാറ്റം വരുത്താവുന്ന ചില വേദനകളുമുണ്ട്. അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ സെർവൻസ് ഓഫ് മേരി സഭയിൽ ചേർന്ന സിസ്റ്റർ ജോസഫയ്ക്ക് ഉണ്ടായത്. തൻ്റെ കുമ്പസാരക്കാരൻ്റെ അടുക്കൽ അവൾ തൻ്റെ ആഗ്രഹത്തെ അറിയിച്ചു. കുട്ടികൾ, രോഗികൾ, വൃദ്ധർ, ദരിദ്രർ എന്നിവരുടെ പരിചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തൻ്റെ ആത്മാവിലുണ്ടായ ബോധ്യത്താലാണ് താൻ ഒരു കന്യകാസ്ത്രീയാകാൻ വേണ്ടി മഠത്തിലേക്ക് വന്നത്. എന്നാൽ തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് അത് സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ മറ്റൊരു സഭ ആരംഭിക്കുവാനുള്ള പ്രചോദനം ലഭിച്ചതും ആ കുമ്പസാരക്കൂട്ടിൽ നിന്നും തന്നെയാണ്. സിസ്റ്റർ മരിയ ജോസഫ മരിക്കുമ്പോൾ പല രാജ്യങ്ങളിലായി 43 ഭവനങ്ങളും 1000-ലധികം സന്യാസിനിമാരും പാവപ്പെട്ടവരുടെയും വൃദ്ധരുടെയും ദരിദ്രരുടെയും രോഗികളുടെയും പരിചരണത്തിനു വേണ്ടി ആ സഭയിൽ അംഗങ്ങളായി ഉണ്ടായിരുന്നു. ഈ നോമ്പ് കാലത്ത് നമുക്കും അനുരഞ്ജനപ്പെടാം ഈശോയുമായി. കുമ്പസാരക്കൂട്ടിലേക്ക് നമുക്കും കടന്നു ചെല്ലാം. ഈശോയുടെ നമ്മുടെ ഹൃദയവേദനകൾ ഏറ്റുപറയാം. പാപരഹിതമായ ഒരാത്മാവിലേക്കാണ് ദൈവത്തിൻ്റെ ജ്ഞാനം കടന്നു വരിക.